ആലുവയിലെ CMRL ആസ്ഥാനത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘത്തിന്റെ അപ്രതീക്ഷിത റെയ്ഡ് തുടങ്ങിയെന്ന വിവരങ്ങൾ പുറത്ത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ 9 മണിക്കാണ് CMRL ഓഫീസിൽ എത്തിയത്. ഓഫീസിൽ ഉദ്യോഗസ്ഥർ എത്തിയതിനു പിന്നാലെ റെയ്ഡ് ആരംഭിക്കുകയായിരുന്നു. നേരത്തെ അറിയിക്കാതെ അന്വേഷണ സംഘം കമ്പനി ഉദ്യോഗസ്ഥരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം നൽകിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എത്തിയിരിക്കുകയാണ്. ഇനി അധികം വൈകാതെ ക്ലിഫ് ഹൌസിലേക്ക് അന്വേഷണ സംഘം എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും കൈകൾ ശുദ്ധമാണെന്നും ഈ മടിയിൽ കനമില്ല എന്നുമൊക്കെ പറഞ്ഞു നടന്നിരുന്ന മുഖ്യനും മകൾക്കും ഇനി എന്താണ് പറയാനുള്ളത് എന്നറിയാൻ കേരളം കാത്തു നിൽക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടും വളരെ സീരിയസ് ആയിട്ടും തന്നെയാണ് ഈ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സ്ലോജിക് സൊല്യൂഷൻസിന് 1.72 കോടി രൂപ മാസപ്പടിയായി നൽകി എന്ന പരാതിയിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIOയിലെ 6 ഓഫീസർമാരുടെ സംഘത്തെ നിയോഗിക്കുന്നത്. CMRL ഉടമ ശശിധരൻ കർത്ത സംസ്ഥാന സർക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായി ധാതുമണൽ ഖനനം ചെയ്യൽ അനുമതി നേടാനായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിക്ക് മാസാമാസം പ്രതിഫലം നൽകി എന്നാണ് പരാതി. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും 95 കോടി രൂപ മതിയായ രേഖകൾ ഇല്ലാതെ നൽകി എന്ന പരാതിയും അന്വേഷണ പരിധിയിലുണ്ട്. ആരോപണം നേരിടുന്ന നേതാക്കളിൽ പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അന്തരിച്ച ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. BJPയിൽ ലയിച്ച ജനപക്ഷം പാർട്ടിയുടെ നേതാവ് ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് അന്വേഷണം. അന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം ആവശ്യപ്പെട്ട് ഷോൺ നൽകിയ പരാതി അടുത്തയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. എന്തായാലും SFIO ഇപ്പോൾ ആലുവയിലെ CMRL ഓഫീസിൽ ഇത്തരത്തിൽ അപ്രതീക്ഷിത റെയ്ഡുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ നിന്നും വ്യക്തമായ തെളിവുകൾ കിട്ടിയാൽ മുഖ്യമന്ത്രിക്ക് യാതൊരു ന്യായീകരണവും നൽകാൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ കൂട്ടരുടെയോ മുഖ്യമന്ത്രിയുടെ മകളുടെയോ ന്യായീകരണം കേൾക്കാൻ SFIO തയ്യാറാകില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു സംസ്ഥാനത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും വളരെ നാളുകളായി നിരവധി അഴിമതി ആരോപണങ്ങളിൽ പെട്ടുകിടക്കുമ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓരോരോ ന്യായീകരണങ്ങളുമായി നീങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് കേരളം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ വളരെ അതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് വളരെ ഗുരുതരമായ ഒരു അന്വേഷണത്തിലേക്ക്, വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവകരമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ SFIO മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 9 മണിക്ക് ഇന്ന് രാവിലെ 9 മണിക്ക് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അവസരത്തിൽ തന്നെയാണ് SFIOയുടെ ഓഫീസർമാർ നേരിട്ട് CMRL ഓഫീസിൽ എത്തുന്നതും അവിടെ രേഖകൾ പരിശോധിക്കുന്നതും. ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിലാണ് അവർ റെയ്ഡ് ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇനി അന്വേഷണം ക്ലിഫ് ഹൌസിലേക്ക് നീളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ആഴ്ച ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ മുഖ്യൻ ഇനി എന്ത് പറയും എന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. എന്തായാലും അഴിമതി ആര് നടത്തിയിട്ടുണ്ടെങ്കിലും അതിന് ഏത് രാഷ്ട്രീയ പക്ഷത്തിലുള്ളവരാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ജനങ്ങളെ പറ്റിച്ചൊരു അഴിമതി നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അതിന് വിധേയരാകണം എന്നുള്ളതിന്റെ മറ്റൊരു തലത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണവും റെയ്ഡും നീളുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറിൽ പുറത്തുവരും. കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.